ശ്രീ സെന്തിൽനാഥൻ, അയ്യപ്പൻ്റേതായിട്ടുള്ള ഒറിജിനൽ സാധനങ്ങൾ എന്തൊക്കെ ഇപ്പോൾ സന്നിധാനത്ത് കാണും? ഇപ്പോൾ കോടതി തന്നെ സംശയം പ്രകടിപ്പിച്ചിരിക്കുകയാണ്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി കൊണ്ടുപോയി തിരികെ കൊണ്ടുവന്നത് ഒറിജിനലാണോ എന്ന സംശയം രേഖപ്പെടുത്തിയിട്ടുണ്ട്. 98, 99 കാലഘട്ടത്തിൽ ഈ ശ്രീകോവിലിൻ്റെ വാതിൽ 24 ക്യാരറ്റ് 2519 ഗ്രാം സ്വർണം ഉപയോഗിച്ച് പൊതിഞ്ഞിരുന്നു. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതിന് ശേഷം അഷ്ടാഭിഷേക കൗണ്ടറിന് സമീപം പഴയ വാതിൽ കണ്ടെത്തി. സ്വർണം പൊതിഞ്ഞ യഥാർത്ഥ വാതിലുകളാണോ അഷ്ടാഭിഷേക കൗണ്ടറിന് സമീപം കണ്ടെത്തിയത്? ഇക്കാര്യം ഉറപ്പിക്കണം എന്നാണ് ഹൈക്കോടതി SITയോട് നിർദ്ദേശിച്ചിരിക്കുന്നത്. മാത്രമല്ല, യഥാർത്ഥ ശ്രീകോവിൽ വാതിൽ പോറ്റിയും കൂട്ടാളികളും കൈമാറിയിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ശാസ്ത്രീയ പരിശോധനയിലേക്ക് കടക്കേണ്ട സമയമായിരിക്കുന്നു. എന്തൊക്കെ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കണം ശ്രീ സെന്തിൽനാഥൻ? Intervention was with Janam team. ശ്രീ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഞാൻ ലോ പോയിന്റിലേക്ക് കടക്കുന്നില്ല. മൈ പാർട്ട് ഈസ് ഓൺലി ഓൺ ദ ടെക്നിക്കൽ സൈഡ്. എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഐ ഹാഡ് ഗോൺ ത്രൂ ദി കംപ്ലീറ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദി ഹൈക്കോർട്ട്. ഇന്നലെ 5-ാം തീയതി ഇറക്കിയ ആ ഓർഡറിൽ ഐ ഹാഡ് ഗോൺ ത്രൂ. അതിൽ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പോഴും റെക്കോർഡ് ബേസിസ് ആയിട്ടുള്ള ഒരു സ്റ്റഡി അവിടെ കൊണ്ടുവന്നിട്ടില്ല. മീൻസ് മാക്ഡവൽ കൊടുത്തിരിക്കുന്ന തപാലിൽ എന്തൊക്കെ കണ്ടിട്ടുണ്ടോ ആ സ്ഥാനങ്ങൾ ആ പട്ടിക വിവരത്തിൽ കാണുന്ന വിവരം വെച്ചിട്ടാണ് അതിൽ ഒരു കണ്ടൻഷനിലേക്ക് കടന്നിരിക്കുന്നത്. ഇത്ര കിലോ ഉണ്ടാവണം എങ്ങനെയെന്നുള്ളത്. ഇപ്പോഴും ദർ ആർ സർട്ടൻ സസ്പീഷ്യസ് ഫാക്ടേഴ്സ് ഇൻ ദാറ്റ്. മീൻസ് ആർക്കും ഹ്യൂമൻ എറർ പറ്റാമല്ലോ. ദാറ്റ് ഈസ് ഓൺലി എ ലെറ്റർ ഇഷ്യൂഡ് ബൈ ദി മാക്ഡവൽ ആൻഡ് കമ്പനി, വേർ ഇൻ വിച്ച് എൻ്റെ ഒരു കാൽക്കുലേഷൻ, അതായത് ഒരു ഇതിലെ ഒരു എക്സ്പെർട്ട് എന്നുള്ള രീതിയിൽ നോക്കുമ്പോഴേക്കും രണ്ട് കാര്യം, ദ്വാരപാലകരുടെ ക്വാണ്ടിറ്റി മാറിയിട്ടുണ്ടോ എന്നുള്ള സംശയം വരിക്കും ഇതിനകത്ത് ഉദിക്കുന്നുണ്ട്. അത് പ്രിസൈസായിട്ട് എനിക്കത് മനസ്സിലാക്കാൻ പറ്റുന്നൊരു സാഹചര്യമായിരുന്നു. കാരണം ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ്സിൽ വായിക്കുമ്പോൾ, ബീങ് എൻ എക്സ്പെർട്ട് ഇൻ ദാറ്റ്, അത് കൈ തൊടുന്ന സ്ഥലമായത് കാരണം അത്രയും ക്വാണ്ടിറ്റിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ നിൽക്കില്ല എന്നുള്ളൊരു നിഗമനത്തിലാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എക്സാക്ട് റെക്കോർഡ് ഉണ്ടെങ്കിൽ അത് വെച്ച് കമ്പാരിസൺ ചെയ്യാൻ പറ്റും. ഹ്യൂമൻ എറർ ക്യാൻ ഹാപ്പൻ ടു എനിബഡി. അതുകൊണ്ടാണ് ഈ പറഞ്ഞത്. അത് എന്തുകൊണ്ട് പറയുന്നത് വെച്ചാൽ, അതിൽ തന്നെ ഒരു കമ്പാരിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് തന്നിട്ടുണ്ട് ഹൈക്കോടതി തന്നെ. ഇത്ര കിലോ മഗസ്തറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടെന്നും തിരിച്ചു വന്നപ്പോൾ ഇത്ര കിലോ ഉണ്ടായിരുന്നും അതിൽ തന്നെ ഒരു ഷോർട്ട് ഫോൾ ഓഫ് 4 kilos കാണുന്നുണ്ട്. സോ ദാറ്റ് മീൻസ് ഈ എഴുതിയിരിക്കുന്ന പട്ടികയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കിടക്കുന്ന ഒരു സംഭവം ഞാൻ നോട്ടീസ് ചെയ്യണ്ടായിരുന്നു. I am even trying to meet the judge if it is possible to give little more clarification on that. It is only an assumption, കേട്ടോ ഞാൻ പറയുന്നത്. It may be right, may be wrong. But wrong ആവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് എൻ്റെ ഇൻറ്റ്യൂഷൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം നോക്കുമ്പോഴേക്കും ഓൾമോസ്റ്റ് ഓൾ ദ പീസസ് ആഫ്റ്റർ 15 kilos ഒഴിച്ചിട്ടുള്ള ബാക്കി 15 kilosന് ദേ ആർ 100% ആൻസബിൾ ഫോർ ഇറ്റ് എന്നുള്ളതിൽ ഒരു സംശയവും അതിൻ്റെ അകത്ത് വരുന്നില്ല. ബിക്കോസ് കോടതി ഇപ്പോൾ SITയുടെ രേഖകൾ വെച്ചുകൊണ്ടും അവിടെ ഇല്ലാത്ത മിനിറ്റ്സ് പോലും ശരിയല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്പർ 1. ഇതുവരെയ്ക്കും അവർക്ക് റെക്കോർഡ്സ് ഒന്നും ലഭ്യമായിട്ടില്ല എന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ലഭ്യമായിരുന്നെങ്കിൽ ആ റെക്കോർഡായിരിക്കുമല്ലോ ഈ ഹൈക്കോർട്ടിൻ്റെ നിരീക്ഷണത്തിലേക്ക് വരുന്നത്. ഇൻസ്റ്റഡ് ദേ ആർ ഗിവൻ ദി ലെറ്റർ ഗിവൺ ബൈ ദി മാക്ഡവൽ ആൻഡ് കമ്പനി. അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോഴേക്കും സ്റ്റിൽ പ്രോപ്പർ സ്റ്റഡി ഹാവ് ടു ബി ഡൺ. അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വേർഷൻസ് കറക്റ്റാണ്. എക്സ്പെർട്ടൈസ് ഒപ്പീനിയൻസ് ടു ബി ടേക്കൺ, സ്ക്വയർ ഫീറ്റ് ബേസിസിൽ ഹാവ് ടു ബി കൺസിഡേർഡ് തിങ്സ് എന്നുള്ളതെല്ലാം പെർഫെക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ എടുക്കുന്ന സ്റ്റെപ്സിലും നമുക്ക് കുറേ വി ക്യാൻ ത്രോ ലൈറ്റ്സ് ഇൻ ടു ദാറ്റ്. കാരണം ഇത് പറയാൻ കാര്യം വെച്ചാൽ, സ്പെക്ട്രോ ആ വിഷനിൽ കൂടി അവർ നോക്കിയാൽ പോലും കണ്ടുപിടിക്കാൻ പറ്റാത്ത സംഭവങ്ങളുണ്ട്. മീൻസ് ഇത് മനുഷ്യനാണ് ഇതിൻ്റെ മുകളിൽ പതിക്കുന്നത്. ആ പതിച്ചു വരുമ്പോൾ എക്സാക്റ്റായിട്ട് പതിച്ചു വരില്ല. ഒരു റാൻഡം ചെക്ക് കനോട്ട് ഹെൽപ്പ് ഇൻ ദാറ്റ്. അപ്പോൾ ഒരു അസംപ്ഷൻ ബേസിസിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ ഒരു മോർ ഓർ ലെസ് ഒരു 5 to 10% വേരിയേഷനിൽ വന്നിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റും. ക്യാൻ ബി ഓൺലി ഓൺ എ ഫിസിക്കൽ മെത്തേഡ് എന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ദർ ആർ നോ മെക്കാനിസം ടു ഫൈൻഡ് ഔട്ട് ദാറ്റ്.
എൻ്റെ അറിവിലില്ല എന്ന് ഞാൻ പറഞ്ഞോളൂ. കാരണം ഇപ്പോൾ ഗോൾഡിൽ എത്ര അംശം കോപ്പർ ചേർന്നിട്ടുണ്ടെന്ന് പറയുന്നത് മീറ്റർ കണ്ടുപിടിക്കുന്ന വലിയ കണ്ടുപിടിക്കാൻ പറ്റില്ല. 22 ക്യാരറ്റ് എടുത്തിട്ട് അവർ ഹോൾമാർക്ക് ചെയ്യുന്ന ആ ബേസിൽ, അല്ലെങ്കിൽ 18 ക്യാരറ്റ് അല്ലെങ്കിൽ 20 ക്യാരറ്റ് സംതിങ് വാട്ട് എവർ ഇറ്റ് മേ ബി, ആ ഒരു സിസ്റ്റം ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതാണ് എൻ്റെ ബലമായ സംശയം. അപ്പോൾ ഇൻ വിച്ച് എവർ വേ ഇറ്റ് ക്യാൻ ബി കൺസിഡേർഡ് ഹാസ് ടു ബി വെരി ക്ലിയർ കട്ട് ആണെങ്കിൽ മാത്രമേ ഇത് നമുക്കൊരു അസംഷനിലേക്ക് എത്താൻ പറ്റുള്ളൂ. കാരണം പല പല കാര്യങ്ങൾ അതിനകത്ത് പരിശോധിക്കേണ്ടതുണ്ട്. ഇവർ കൊടുത്ത മഹസർ കറക്റ്റായിട്ട് ആദ്യത്തെ മഹസർ 12 പീസ് എന്ന് പറയുന്നുണ്ട്, പിന്നെ 14 പീസ് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഒറിജിനൽ മഹസർ വേറെ ഉണ്ട്, അതും കൂടി കമ്പയർ ചെയ്യേണ്ട. ദർ ആർ സോ മെനി ക്വസ്റ്റ്യൻസ് വിച്ച് ഹാസ് ടു ബി ഡെഫിനറ്റ്ലി ആൻസേർഡ്. ഇപ്പോൾ ഒരു പ്രൈമ ഫേസി എന്നുള്ള രീതി കൂടി കുറേ കണ്ടെത്തിയിൽ ദാറ്റ് ഹാസ് ടു ബി അപ്രീഷിയേറ്റഡ്. അറ്റ്ലീസ്റ്റ് ആ സ്റ്റെപ്പെങ്കിലും എടുത്തിട്ട് ക്വസ്റ്റ്യനെയർ ചെയ്ത് ശ്രീ വാസനടക്കം ഇതിൻ്റെ അകത്തൊരു ക്വസ്റ്റ്യനെയർ ഫാക്ടറിൽ കൊണ്ടുവന്ന് എത്തിച്ചതിനെ തന്നെ ഇറ്റ് ഹാസ് ടു ബി അപ്രീഷിയേറ്റഡ്. അവരുടെ നോളജ് വെച്ചിട്ടും അവരുടെ ഇൻവെസ്റ്റിഗേഷൻ ലെവൽ വെച്ചിട്ടും ചെയ്തിട്ടുള്ള കറക്റ്റാണ്. നൗ ദി അതായത് കൺക്ലൂഷൻ ഹാവ് ടു കം വിത്ത് എൻ എക്സ്പൈറ്റ് ഒപ്പീനിയൻ. കാരണം ബാക്കിയുള്ള ലോ വിൽ ടേക്ക് കെയർ ഏത് ഈ പറഞ്ഞ പോലെ ഏത് ശിക്ഷയാണ് കൊടുക്കപ്പെടേണ്ടത് വെച്ചാൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്. ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആസ് ഈ സെഡ് ഏർലിയർ വളരെ ക്ലിയറാണ്. കോൺട്രാക്ടേഴ്സിനെ മാത്രമേ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ് എന്നുള്ളത് കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇത് ഈ കോൺസ്പിറസിയാണ്. ഇത് ഒരു കോൺസ്പിറസി എന്ന് പറയുന്ന സാധനം ഇപ്പോൾ മൊത്തം വിത്ത് എ ബാഡ് ഇൻഷുറൻസ് ചെയ്യുമ്പോൾ എന്താണ് മൊത്തം ഇത് കളിപ്പീരായിട്ട് മാറുകയാണ് ഈ സംഭവം. അപ്പോൾ എല്ലാവരും ഇൻവോൾവ് ആണ്. ഇറ്റ് ഇസ് ക്രിസ്റ്റൽ ക്ലിയറാണ് അതിൻ്റെ അകത്ത്. അപ്പോൾ ആര് ചെയ്ത് കഴിഞ്ഞാൽ തെറ്റ് തന്നെയാണ്. ഇത് എക്സ്പേർട്ടായിട്ട് പറഞ്ഞാലും കൊള്ളാം, ഒരു മിയർ ഭക്തനായിട്ടും പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് പറയാനുള്ളത് ഒരു സത്യമതയാണ്. എന്തായാലും അയ്യപ്പൻ ഇത്രയെങ്കിലും എത്തിച്ചു എന്നുള്ളത്, ആൻഡ് വിത്ത് ഓൾ യുവർ എഫേർട്സ് ലൈക്ക് മീഡിയാസ് ദ ടേക്കൺ അപ്പ് ദ മാറ്റർ ഇൻ ദ പെർഫെക്റ്റ് മാനർ, SIT ഓൾസോ ടു എ സർട്ടൻ എക്സ്റ്റെൻറ്റ് ഗോൺ ഇൻ ദ റൈറ്റ് പാത്ത് ടു ഫൈൻഡ് ഔട്ട് ഓൾ ദീസ് തിങ്സ്. എന്നാലും കൺക്ലൂഷനിൽ വരുമ്പോൾ ഒരു പ്രിസിഷൻ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇറ്റ് ബി മോർ ക്ലിയർ ഓൺ ടു ദാറ്റ്. കാരണം ഇൻ ഷോർട്ട് പറയാൻ പോയി കഴിഞ്ഞാൽ ഈ 15 കിലോസ് അവിടെ ഉണ്ടോ എന്നുള്ളത് കണ്ടെത്തണം, ഷുവറാണ്. കാരണം അവരുടെ ഇതിൽ തന്നെ 30 കിലോസിൽ ബാക്കിയുള്ള ഡിസ്ക്രിപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. അവിടെ നമുക്ക് എന്തൊക്കെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ അറ്റ് എനി കോൾ ഐ ക്യാൻ ഡെഫിനറ്റ്ലി ഗിവ്. ഐ എം ഈവൻ പ്ലാനിങ്, ആസ് ഐ സെഡ് earlier, planning to meet the judge in person if it is possible and to give my opinion of factors to him. I think it is very clear. യെസ്. അപ്പോൾ നോക്കൂ, കോടതി ഇന്നലെ പറഞ്ഞത് am I right, Mr. Anil Nambiar? യെസ്. Right. സാർ, എനിക്ക് അറിയാനുള്ളത് അതായത് ഈ കോടതി ഇന്നലെ പറഞ്ഞത് നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താൻ ആകും എന്ന് തന്നെയാണ്. ഈ ശാസ്ത്രീയ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണെങ്കിൽ ഈ ശാസ്ത്രീയ പരിശോധന എന്ന് പറയുന്നത് ഈ മെറ്റലർജിക്കൽ ഫോറൻസിക് എക്സാമിനേഷൻ ആണോ? അതാണ് അവിടെയാണ് ഡൗട്ടുള്ളത്. കാരണം ഫോറൻസിക് ഇസ് ഓൺലി എ ഫിംഗർ പ്രിൻറ്റ് വേർ യു കൻ ടേക്ക് ഇറ്റ് ഔട്ട്. ഇറ്റ് കനോട്ട് come to a conclusion that how much gold is being used in that. അപ്പോൾ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, കാരണം ദാറ്റ്സ് ആസ് ഐ സെഡ് earlier, ഇത് മനുഷ്യരാണ് ഇത് പതിച്ചിരിക്കുന്നത്. സോ എക്സാക്റ്റായിട്ട് ഒരു പീസ് പതിക്കാൻ പറ്റില്ല എന്നുള്ളത് എൻ്റെ ഒരു 30 years എക്സ്പീരിയൻസിൽ ഞാൻ പറയാൻ പറ്റും. കാരണം എക്സാക്റ്റ് പീസല്ല, 3x3 ഇഞ്ചസ് അല്ല, ചിലത് 2.5 ഇഞ്ചസ് ഉണ്ടാവും, ചിലത് 2 ഇഞ്ചസ് ഉണ്ടാവും, ചിലപ്പോൾ ബ്രോക്കൺ പീസസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇത് അമാൽഗമേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സംഭവം. അപ്പോൾ റാൻഡം ചെക്ക് എന്ന് പറഞ്ഞ സാധനം ഇവർ ചെക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു പോർഷനിൽ നൈട്രജൻ ടെസ്റ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ക്വാണ്ടിഫൈ ചെയ്തെടുക്കാൻ പറ്റും, അങ്ങനെ പറ്റുള്ളൂ. പക്ഷേ അതിൻ്റെ അപ്പുറം ഒരു മെത്തേഡ് ഉണ്ടെന്നുള്ളത് ഈസ് യെറ്റ് ടു ബി നോൺ. ഐ എം ഓൾസോ ഗോയിങ് ഡീപ്പ് ഇൻ ടു ദാറ്റ്. കാരണം ഇപ്പോൾ ഇന്നലെ ആ സ്റ്റേറ്റ്മെൻറ്റ് വെച്ചിട്ട് ഐ എം ഓൾസോ സെർച്ചിങ് ഓൺ ദി മാറ്റേഴ്സ്. ഇൻ വിച്ച് എവർ വേ ഐ ക്യാൻ ഗിവ് ഹെൽപ്പ് ഔട്ട് ഇൻ ദാറ്റ് ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റുന്നതാണ്. പക്ഷേ അറൈവറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ട് ഇപ്പോൾ അവരെടുത്ത് ഇപ്പോൾ ഡോറൊന്ന് അയച്ചെടുക്കാൻ പ്രാക്ടിക്കലി ഡു ഇറ്റ് തിങ്ക് മിസ്റ്റർ അനിൽ നമ്പർ ഇറ്റ് ഇസ് പോസിബിൾ ഫോർ ദം ടു ടേക്ക് ഇറ്റ് ഔട്ട് ആൻഡ് മേക്ക് എ കട്ടിങ് ഔട്ട് ഓഫ് ഇറ്റ് ആൻഡ് ദെൻ ടെസ്റ്റ് ഇറ്റ് ദാറ്റ്. അപ്പോഴും ഒരു പീസേ വരുള്ളൂ. മൊത്തം പീസിലുള്ള ക്വാണ്ടിറ്റി അത് വെച്ച് അറൈവേറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള സംശയം അപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആസ് എ ഹോൾ നോക്കിക്കഴിയുമ്പോൾ ദേ ആർ ആൻസറബിൾ ഫോർ 15 കിലോസുള്ള കൺക്ലൂഷൻ എങ്ങനെ എത്തും എന്നുള്ള രീതിയിൽ മതി. ഇപ്പോൾ ശ്രീ രാമൻ നായർ സാർ ഇവിടെ ഉണ്ട്, അങ്ങോട്ട് കുറേ ഐഡിയാസ് ഇതിനകത്ത് ഡെഫിനറ്റായിട്ട് എങ്ങനെയാണ് ഈ മഹസർ ചെയ്തിട്ടുണ്ട്, ഏത് രൂപത്തിൽ ചെയ്യണം, എങ്ങനെയാണ് ഇത് പേജ് ഔട്ട് ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് ഇത് മാർക്ക് ചെയ്യണത്, ഇതെല്ലാം അങ്ങോട്ട് അറിയാൻ പറ്റും. ദേ കൻ ഓൾസോ ത്രോ ലൈറ്റ് ഇൻ ടു ഓൾ ദീസ് ഇൻവെസ്റ്റിഗേഷൻസ് ഇൻ ദ റൈറ്റ് മാനർ.
അപ്പോൾ അതല്ലാണ്ട് ഇങ്ങനത്തെ ഒരു ചെക്കിങ്ങിൽ എൻ്റെ ഒരു തോട്ട് പ്രോസസ്സേ ഞാൻ പറയുന്നുള്ളൂ മിസ്റ്റർ നമ്പ്യാർ. ഐ തിങ്ക് ഐ എം ഓൺ ദ റൈറ്റ് ട്രാക്ക് ഓൾസോ ഇൻ ദ സെൻസ് എൻ്റെ ഒരു നിഗമനത്തിൽ ഇത് റാൻഡം ചെക്ക് ഇങ്ങനെ ഒരു പോർഷൻ എടുക്കുക എന്നിട്ട് അതിൽ ചെക്ക് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് കം ടു എ നിയർ എന്താ പറയുക എക്സാക്ട് കൺക്ലൂഷനിൽ വരില്ല. എങ്ങനെയായാലും വേരിയേഷൻ ഓഫ് 5 to 10% കാണണം, ഷുവറാണ്, ഡെഫിനറ്റ് ആയിട്ട്. കാരണം ഇത് കംപ്ലീറ്റ് ഓർഡർ വായിക്കുമ്പോൾ തന്നെ അറിയാം അറ്റ് വൺ സ്റ്റേജ് ഇത്രയും കിലോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത് ഇത്ര എടുത്തിട്ടുണ്ട്, ഇത്ര ക്വാണ്ടിറ്റി ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നെല്ലാം അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ നമ്മൾ ആദ്യം പറഞ്ഞ 1.5 കിലോ എന്ന് പറഞ്ഞ ഇതിൽ നിന്ന് എടുത്തിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് മാക്ഡെവലിൻ്റെ. ആൻഡ് ദേ വെരി വെൽ നോ ദാറ്റ് ഇറ്റ് ഇസ് മച്ച് എബൌട്ട് ദാറ്റ് എന്നുള്ളത് 100% ഷുവറാണ്. അതുകൊണ്ടായിരിക്കാം ദേ മസ്റ്റ് ഹാവ് ഗോൺ ടു ദി ഡോർ ഓൾസോ നെക്സ്റ്റ്. അതിനുശേഷം മറ്റുള്ള സ്ഥലത്തേക്ക് എത്തിക്കണം. ഈ സൈഡിലുള്ള ചരിത്രമൊന്നും എടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അപ്പോൾ ഞാൻ കേൾവിയിൽ പലരും ഇപ്പം ഞാനത് 2-3 സ്ഥലത്ത് നിന്ന് ഐ എം ട്രൈങ് ടു ഗെറ്റ് ദി എന്താ പറയുക മഗസർ റിപ്പോർട്ട് ഓൾസോ. അതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ കൂടി പ്രിസിഷനായിട്ട് എത്തിക്കാൻ പറ്റും. കാരണം ഇവർ എഴുതിയേക്കണതിലെല്ലാം ഭയങ്കര സസ്പീഷ്യസാണ്. 12 പീസ് എന്ന് പറഞ്ഞു, 14 പീസ് എന്ന് പറഞ്ഞു, പിന്നെ പീഠമാണെന്ന് പറയുന്നു, സൈഡ് പില്ലേഴ്സാണത്. അപ്പോൾ സൈഡ് പില്ലേഴ്സ് ആണെങ്കിൽ സൈഡ് പില്ലേഴ്സിന് മാർക്ക് ചെയ്യണ്ടേ. അപ്പോൾ സൈഡ് പില്ലറൊക്കെ ഇവിടെ പറഞ്ഞിരിക്കുന്ന 4 കിലോസാണ്. ഇറ്റ് ഈസ് ഹൈലി ഇമ്പോസിബിൾ. സൈഡ് പില്ലേഴ്സിലും 8 തൂണിലും ഇതിലും കൊണ്ടുവരാനായിട്ട് ഹൈലി ഇമ്പോസിബിൾ. കാരണം അതിൽ ഡോർ ആൻഡ് ആർട്ട് ഇൻസ്റ്റെഡ് ഓഫ് റൈറ്റിംഗ് ആർച്ച് അവർ മീൻ ചെയ്തേക്കണ അതിനെ ചുറ്റുള്ള നിലപ്പടിയാണ്. അവിടെ ആർട്ട് എന്നാണ് എഴുതിയേക്കണത്. ഇറ്റ് ഹാസ് ഗോട്ട് നോ കണക്ഷൻ വിത്ത് ആർട്ട് ആൻഡ് ആർച്ച്. മനസ്സിലായി? അപ്പോൾ ഒരു ക്ലറിക്കൽ മിസ്റ്റേക്ക് അവിടെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ഈ ക്ലറിക്കൽ മിസ്റ്റേക്കും വന്നിരിക്കാം എന്നുള്ളതാണ് എൻ്റെ നിഗമനം. ആൻഡ് ഐ ക്യാൻ 100% ഒരു നിഗമനത്തിൽ എത്താൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഇറ്റ് ഈസ് ക്ലിയർ കട്ട് വിഷൻ നാവും. അവർ മാൽ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് നടത്തിയേക്കുന്നതെന്നുള്ളതിൻ്റെ സംശയമില്ല. ആരും കുറ്റപ്പെടുത്തി പറയല്ല. ഇറ്റ് ഹാസ് ഓൾറെഡി ഡൺ, ഇറ്റ് ഹാസ് കം ഇൻ ടു ദ ലൈം ലൈറ്റ്സ് ഓൾസോ. അപ്പോൾ നമ്മൾ പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്ന സംഭവമല്ല ഇത്. എക്സിസ്റ്റൻസ് ഉള്ളതിൽ വന്നിട്ട് ഈ 15 കിലോസ് കണ്ടെത്താനുണ്ട്. കാരണം അതിൻ്റെ അകത്ത് ഭണ്ണാരമുണ്ട്. ഭണ്ണാരം ടച്ച് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. കാരണം 1 കിലോ മാത്രമേ മറ്റേ പാത്തിക്ക് യൂസ് ചെയ്തുള്ളൂ. ഇറ്റ്സ് എ ഹ്യൂജ് വൺ. പാത്തിയുടെ സൈസ് നോക്കുമ്പോഴേക്കും ഇറ്റ് ഈസ് അറൗണ്ട് 1.5 ഫുട്ട് ബൈ, എനിക്ക് മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു 4 അടിയുടെ ഷീറ്റെങ്കിലും യൂസ് ചെയ്യണം. അപ്പോൾ അത്രയും സാധനത്തിന് 1.5 കിലോ യൂസ് ചെയ്തിട്ടുള്ളൂ എന്ന് പറയുമ്പോൾ ഇന്ന് അൺടച്ച്ഡ് ആണത്. മനസ്സിലായല്ലേ? അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്ത് ആ ക്വാണ്ടിറ്റി ശരിയാവോ നോക്കേണ്ട ഒരു കാര്യം കൊണ്ട് ഉണ്ടെന്നുള്ളതാണ് എൻ്റെ ഒരു ഫൈൻഡിങ്സ് ഇൻ ദാറ്റ്. അപ്പോൾ ഇഫ് യു ഗോ ഡീപ്പ് ഇൻ ടു ദാറ്റ് ഡെഫിനറ്റ്ലി ഇറ്റ് ക്യാൻ ത്രോ മോർ ലൈറ്റ്സ് ഇൻ ടു ദാറ്റ് ആൻഡ് ദേ ക്യാൻ കം ടു എ കൺക്ലൂഷൻ. മേ ബി വേരിയേഷൻ ഓഫ് നേരത്തെ പറഞ്ഞ പോലെ ഒരു 1/2 കിലോയുടെ വേരിയേഷൻ ഓർ 1 കിലോയുടെ വേരിയേഷൻ ഓഫ് ഡിപ്രീസിയേഷൻ ദാറ്റ് ക്യാൻ ബി ഗിവൺ ഓഫ്, നോ ഡൗട്ട് അറ്റ് ഓൾ. ബട്ട് എൻറ്റയർ തിങ്സ് കെ നോട്ട് ബി ഗിവൺ ഓഫ് ആൻഡ് ദേ ആർ ആൻസബിൾ ഫോർ ഇറ്റ്. അപ്പോൾ 10 എന്നുള്ള രീതിക്കുള്ള 100% ഷുവർ ഇത്രയും നിലയിലെങ്കിലും എത്തിയിട്ടുണ്ട് ഇപ്പോൾ സോഫാർ. എൻ്റെ ഒന്നും കൂടി ഈ ഇന്റർനാഷണൽ റാക്കറ്റിന്റെ കാര്യം പറഞ്ഞല്ലോ. ഈ സുഭാഷ് കപൂർ പേരെടുത്ത് പറയുകയും ചെയ്തു കോടതി. വിഗ്രഹ കടത്ത് അതിനുള്ള സാധ്യതയൊക്കെ ഉണ്ടോ? അല്ല സാർ, അത് വിഗ്രഹം കാരണം എന്ന് വെച്ചാൽ 2 വിധത്തിൽ ചിന്തിക്കാം സാറേ. കാരണം ഇതിൻ്റെ അകത്ത് ഒരു ഭക്തി ഉള്ളവൻ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സാധനം ഞാൻ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി വെച്ചു, ആ നെക്സ്റ്റ് അവിടെ എന്തെങ്കിലും അസംഭവമായിട്ടുള്ള സംഭവം നടക്കുകയാണെന്നുണ്ടെങ്കിൽ നേരെ വിളിക്കുന്ന ജ്യോത്സ്യനാണ്. അപ്പോൾ ജ്യോത്സ്യൻ നേരത്തെ പറയും ഇതേപോലത്തെ ഒരു സംഭവം വെച്ചേക്കണ കാരണം ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ യു ടു കീപ്പ് അറ്റ് ഹോം ഓർ സംതിങ്. ഡെഫിനറ്റായിട്ട് ഏത് ജ്യോത്സ്യനാണെങ്കിലും പറഞ്ഞിരിക്കും ബ്ലൈൻഡ് ഫോൾഡഡ് ആയിട്ട്. സോ നോ ബഡി ബൈ ഈ ആർക്ക് കാശ് കൊടുത്ത് കടിക്കണ പട്ടീന് വേണ്ടിയില്ല എന്നുള്ളൊരു കഥയായിട്ട് മാറുമല്ലോ. ഈ വിഗ്രഹം കടത്തുക എന്ന് പറഞ്ഞാൽ മേ ബി സാങ്ക്ടോറിയത്തിൻ്റെ അകത്തുള്ളത് വേറൊരു സംഭവമാണ്, ഹൈലി പവർഫുൾ സാധനമാണ്. വേറെ ദ്വാരപാലകർക്ക് അങ്ങനെ നമുക്കൊരു ഭയങ്കര ഒരു എനർജി അട്രാക്ഷൻ ഉണ്ടായിരുന്നു, കാവൽ ദൈവമാണ് എന്നെല്ലാം പറയുന്നതോട് ഒരു യോജിക്കാൻ എനിക്ക് എന്തോ ഐ ഡോണ്ട് എഗ്രി ടു ദാറ്റ്. ഉള്ളതുപോലെ പറയണം. കാരണം ഇതിൻ്റെ അകത്ത് രക്ഷപ്പെടാൻ നമ്മളെ കുറേ ഡിബേറ്റ്സിൽ നിന്ന് തന്നെ അവർ കുറേ സംഭവങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതാണ് എൻ്റെ നിഗമനം.